ചാമ്പ്യൻസ് ലീഗിന്റെ കളിമുറ്റത്ത് തന്ത്രങ്ങളുടെ തമ്പുരാൻ ജോസെ മൗറീഞ്ഞോയുടെ ബെൻഫിക്കയും കരുത്തരായ റയൽ മാഡ്രിഡും നേർക്കുനേർ വന്നപ്പോൾ ഫുട്ബോൾ ആരാധകർക്ക് ലഭിച്ചത് ഉദ്യോഗജനകമായ ഒരു വിരുന്നായിരുന്നു. മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നാടകീയമായ വഴിത്തിരിവുകളിലൂടെയാണ് സ്കോർ ബോർഡ് ചലിപ്പിച്ചു തുടങ്ങിയത്. റയൽ മാഡ്രിഡിന്റെ ടച്ചോടുകൂടെയാണ് മത്സരം ആരംഭിച്ചത്. മത്സരത്തിന്റെ 3-ാം മിനിറ്റിൽ തന്നെ റയൽ താരം ചൗമേനിക്ക് റഫറി മഞ്ഞക്കാർഡ് കാണിക്കുന്നുണ്ട്. ആദ്യ 10 മിനിറ്റുകളിൽ ബെൻഫിക്കയുടെ മുന്നേറ്റങ്ങളാണ് ആരാധകർ കണ്ടത്. 3 തവണയാണ് അവർ റയലിന്റെ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഇരച്ചു കയറിയത്. 11-ാം മിനിറ്റിൽ പാൾവിദിസിന് ഒരു സുവർണാവസരം ലഭിച്ചെങ്കിലും പന്ത് വലയിലെത്തിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നാലെ ഷെൽട്രപ്പിന്റെ ഉഗ്രൻ ഷോട്ട് നിർഭാഗ്യവശാൽ പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. അതുവരെ റയൽ മാഡ്രിഡിന് കാര്യമായ നീക്കങ്ങളൊന്നും നടത്താനായിരുന്നില്ല. അവസരങ്ങൾ ലഭിച്ചിട്ടും നിർഭാഗ്യം വേട്ടയാടിയ ബെൻഫിക്കയുടെ മുന്നേറ്റങ്ങൾ റയലിന്റെ ഗോൾ മുഖത്ത് വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ജിയാൻ ലൂക്കയുടെ പിഴവും റയലിനെ സമ്മർദ്ദത്തിലാക്കി. ആദ്യ 20 മിനിറ്റുകളിൽ ബെൻഫിക്കയുടെ ആധിപത്യം തന്നെയായിരുന്നു മൈതാനത്ത് കണ്ടത്. മത്സരത്തിലെ 25-ാം മിനിറ്റിലാണ് റയലിന്റെ ആദ്യ സുപ്രധാന നീക്കം വരുന്നത് തന്നെ. യുവതാരം ആർദ ഗുള്ളറുടെ ഒരു വെടിച്ചിലെ ഷോട്ട് നേരിയ അകൽച്ചയിൽ പുറത്തേക്ക് പോയി. പിന്നാലെ വലത് വിങ്ങിലൂടെ ബെൻഫിക്കയുടെ 10-ാം നമ്പർ താരം സുഡോക്കോവ് നടത്തിയ മുന്നേറ്റവും അവസാനിച്ചത് ഗോൾ ബാറിൽ തട്ടി പുറത്തേക്ക് തെറിച്ച ഷോട്ടിലൂടെയായിരുന്നു. എന്നാൽ അതുവരെയുള്ള ബെൻഫിക്കയുടെ ആധിപത്യത്തിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് 30-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് ഗോൾ കണ്ടെത്തി. റൗൾ അസെൻസിയോ ബോക്സിലേക്ക് ഉയർത്തി നൽകിയ ക്രോസ് എംബാപ്പെ കൃത്യമായ ഹെഡറിലൂടെ വലയിലെത്തിച്ചു. ഇതോടെ റയൽ മാഡ്രിഡ് 1-0 എന്ന സ്കോറിന് മുന്നിലെത്തി. തൊട്ടു പിന്നാലെ വിനീഷ്യസ് ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമായി. റയലിന്റെ ഗോളാഘോഷത്തിന് 6 മിനിറ്റിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 36-ാം മിനിറ്റിൽ പാൾവിദിസിലേക്ക് എത്തിയ ഒരു ത്രൂ പാസ് അദ്ദേഹം കൃത്യമായി പിടിച്ചെടുത്തു. പ്രതിരോധ താരങ്ങൾക്ക് മീതെ ഷെൽട്രപ്പിലേക്ക് നൽകിയ ക്രോസ് ലക്ഷ്യം കണ്ടു. തക്കം പാർത്തിരുന്ന ഷെൽട്രപ്പ് തൊടുത്ത ഹെഡർ ഗോൾ കീപ്പർ കൊർട്ടോയിസിനെ നട്ട്മങ്ക് ചെയ്തുകൊണ്ട് വലയിൽ പതിച്ചതോടെ സ്കോർ ബോർഡ് 1-1 എന്ന നിലയിലായി. തൊട്ടുപിന്നാലെ ഷെൽട്രപ്പിന് വീണ്ടും ഒരു സുവർണാവസരം ലഭിച്ചെങ്കിലും റയലിന്റെ രക്ഷകനായി അസെൻസിയോ അവതരിച്ചു. ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ എംബാപ്പയുടെ ഗോൾ ഒഴിച്ചു നിർത്തിയാൽ റയൽ മാഡ്രിഡ് ചരിത്രത്തിൽ പോലുമില്ലാത്ത വിധമായിരുന്നു ബെൻഫിക്കയുടെ പടയോട്ടം. 45-ാം മിനിറ്റിൽ ബെൻഫിക്കക്ക് അനുകൂലമായി കോർണർ കിക്ക് ലഭിക്കുന്നുണ്ട്. കിക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ചൗമേനി ബെൻഫിക്കൻ താരത്തെ ബോക്സിൽ വീഴ്ത്തിയതോടെ റഫറി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത പാൾവിദിസിന് പിഴച്ചിലായിരുന്നു. പന്ത് വലയിലെത്തിയതോടെ ബെൻഫിക്ക 2 റയൽ മാഡ്രിഡ് 1. ആരാധകർ ആവേശത്തിലായെത്തുകയും മൗറീഞ്ഞോയുടെ മുഖത്ത് വിജയച്ചിരി തെളിയുകയും ചെയ്തു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ വിനീഷ്യസിന് അവസരം ലഭിച്ചെങ്കിലും ഹെഡർ കൃത്യമാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ബോക്സിലേക്ക് ഇരച്ചു കയറിയ എംബാപ്പയെ ബെൻഫിക്ക പ്രതിരോധം കൂട്ടിക്കെട്ടി. 54-ാം മിനിറ്റിൽ ഷെൽട്രപ്പ് മത്സരത്തിലെ തന്റെ 2ാമത്തെ ഗോളും കണ്ടെത്തുന്നുണ്ട്. അസെൻസിയോയെ ചടുലമായ നീക്കത്തോടെ കബളിപ്പിച്ചുണ്ടാക്കിയ വിടവിലൂടെ ഷെൽട്രപ്പ് തൊടുത്ത ഷോട്ട് വലയിലേക്ക് പതിച്ചതോടെ സ്കോർ ബോർഡ് 3-1 മാറി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പൊരുതിയ റയൽ 58-ാം മിനിറ്റിൽ തിരിച്ചടിച്ചു. വലത് വിങ്ങിൽ നിന്ന് ആർദ ഗുള്ളർ നീട്ടി നൽകിയ പാസ് എംബാപ്പെ കൃത്യമായി ഫിനിഷ് ചെയ്തതോടെ സ്കോർ ബോർഡ് 3-2 മാറി. പിന്നീട് ഇരു ടീമുകളും നിർണായക നീക്കങ്ങൾ നടത്തിയെങ്കിലും ലക്ഷ്യം കാണാനായില്ലായിരുന്നു. ഇഞ്ചുറി ടൈമിൽ റോഡ്രിഗോയും അസെൻസിയോയും റെഡ് കാർഡ് കണ്ട് പുറത്തായതോടെ റയൽ 9 പേരായി ചുരുങ്ങുന്നുണ്ട്. മത്സരത്തിന്റെ അവസാന സെക്കൻഡുകളിൽ ഫുട്ബോൾ ലോകത്ത് അപൂർവമായി മാത്രം കണ്ടുവരുന്ന അത്ഭുതത്തിനാണ് അന്ന് ആ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബെൻഫിക്കക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട്. ഈ സമയം മൗറീഞ്ഞോ തന്റെ ഗോൾ കീപ്പർ അനറ്റോലി ട്രൂബിനോട് റയലിന്റെ ഗോൾ മുഖത്തേക്ക് കയറി ചെല്ലാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരയെയും ഗോൾ കീപ്പറെയും അമ്പരിപ്പിച്ചുകൊണ്ട് ആർന്നെടുത്ത ഫ്രീ കിക്കിലേക്ക് ട്രൂബിൻ വായുവിൽ ഉയർന്നു ചാടി. ഒരു കിടിലൻ സ്ട്രൈക്കറുടെ മെഴുവഴക്കത്തോടെ ട്രൂബിൻ കൊടുത്ത ഹെഡർ അത്ഭുതകരമാവിധം വലയിലേക്ക് തുളഞ്ഞു കയറി. തന്റെ ഗോൾ പോസ്റ്റ് ഉപേക്ഷിച്ചു വന്ന് എതിരാളികളുടെ വല കുലുക്കിയ ട്രൂബിന്റെ ഈ പ്രകടനം ചരിത്രത്തിലെ തന്നെ ഐതിഹാസികമായ നിമിഷത്തിലേക്കാണ് കടന്നുപോയത്. ഗോൾ ഡിഫറൻസിന്റെ കണക്കുകളാൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തു പോകേണ്ടതായിരുന്ന ബെൻഫിക്കയെ ആ ഗോൾ കീപ്പർ തന്റെ ചുമലിലേൽക്കുകയായിരുന്നു. മൗറീഞ്ഞോയുടെ അജയമായ തന്ത്രങ്ങൾക്ക് മുന്നിൽ റയൽ മാഡ്രിഡ് അടിയറവ് പറഞ്ഞതോടെ മത്സരത്തിന് തിരശ്ശീല വീണു. ഈ തോൽവിയോടെ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തായിരുന്ന റയൽ മാഡ്രിഡ് 9-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അവിശ്വസനീയമായ പോരാട്ടത്തിലൂടെ ബെൻഫിക്ക ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിലേക്ക് അഭിമാനത്തോടെ മുന്നോട്ട് കയറി. അതെ, പുതിയ പരിശീലകനായി വന്ന അർബലോവക്ക് കീഴിൽ റയൽ മാഡ്രിഡിന് വീണ്ടും താളം തെറ്റിയിരിക്കുന്നു, അതും മൗറീഞ്ഞോയുടെ ബെൻഫിക്കയോട്. എന്നാൽ ഒരിക്കൽ കൂടി റയൽ മാഡ്രിഡ് ബെൻഫിക്ക പോരാട്ടം വരികയാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാളിഫിക്കേഷൻ റൗണ്ടിലാണ് ഈ മത്സരം വീണ്ടും എത്തുന്നത്. റയൽ മാഡ്രിഡിനും അർബലോവയും സംബന്ധിച്ച് അവർക്കൊരു സുവർണ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അതെ, പകരം വീട്ടാനുള്ള ഏറ്റവും മികച്ച സുവർണ അവസരം. ആ അവസരം അർബലോവയുടെ റയൽ മാഡ്രിഡ് മുതലാക്കുമോ എന്നാണ് ആരാധകർ നോക്കിക്കാണുന്നത്.
എന്നിരുന്നാലും കാത്തിരുന്ന് കാണാം നല്ലൊരു മത്സരത്തിനായി.